ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഇതിൻ്റെ സാരാംശം ഈ യാഗത്തിനുള്ള 2 ആടുകൾ എന്നാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുക എന്ന പ്രത്യേക ഉദ്ദേശത്തിനാണല്ലോ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. കർത്താവിൻ്റെ അവതാരത്തിൽ അവൻ തൻ്റെ ജനങ്ങളെ പാപത്തിൽ നിന്നും വിടുവിക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. കർത്താവ് തൻ്റെ പിതാവിനോടുള്ള ആശ്രയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു പൂർണ്ണ മാതൃകയായിരുന്നല്ലോ. പക്ഷെ നല്ല മാതൃകയായതുകൊണ്ട് പാപപരിഹാരമാകുന്നില്ലല്ലോ. പാപത്തെ അകലേക്ക് ചുമന്നുകൊണ്ട് പോകണം. പാപത്തെ ചുമന്നൊഴിക്കുക എന്നാൽ ഒന്നാമത് നാം പാപത്തിൽ കീഴിലാകണം. രണ്ടാമത് പാപം ചെയ്ത ആളിൻ്റെ വളരെ അകലേക്ക് പാപത്തെ കൊണ്ടുപോകണം. ഇത് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു പാപപരിഹാര ദിവസം നിയമിച്ചിരിക്കുന്നു. മഹാപുരോഹിതനുള്ള നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ജനത്തിൽ നിന്ന് 2 കോലാട്ട് കൊറ്റനെ എടുക്കണം. ഒന്ന്, ജനത്തിൻ്റെ പാപം വഹിച്ച് ജീവിക്കണം. ഈ ആട് ദൈവത്തിൻ്റെ പ്രതിനിധിയായ മഹാപുരോഹിതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ അതിൻ്റെ തലയിൽ കൈവച്ച് ജനത്തിൻ്റെ എല്ലാ പാപവും അതിന്മേൽ ചുമത്തണം. പിന്നെ അതിനെ ദൂരെ വിജനസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതവിടെ ഇസ്രായേൽ ജനതയിൽ നിന്ന് അകന്ന് ഏകാന്തതയിൽ ജീവിക്കണം. രണ്ടാമത്തെ കോലാട്ടുകൊറ്റനെ സമാഗമന കൂടാരത്തിൻ്റെ മുറ്റത്ത് വെച്ച് തന്നെ കൊല്ലുന്നു. അതിൻ്റെ രക്തം ഒരു പരന്ന പാത്രത്തിൽ എടുത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൃപാസനത്തിന്മേൽ തളിക്കുന്നു. കൃപാസനത്തിൽ ഈ രക്തം കാണുമ്പോൾ ഇസ്രായേലിൻ്റെ പാപം എല്ലാം മറയ്ക്കപ്പെട്ടതായി ദൈവം കണക്കാക്കുന്നു. പാപങ്ങളെ ഒരു സമയം വരെ മറയ്ക്കാം, എന്നാൽ ലോകത്തിൻ്റെ പാപത്തിന് അത് പരിഹാരം വരുത്തുന്നില്ലല്ലോ. ഓരോ വർഷവും പാപപരിഹാര ദിവസം ആചരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കോലാട്ടുകൊറ്റൻ്റെ രക്തം പാപത്തിന് ശാശ്വത പരിഹാരമാകുന്നില്ല. ക്രൂശിലെ ക്രിസ്തുവിൻ്റെ യാഗം ഈ 2 ആട്ടുകൊറ്റന്മാർക്കും നിദർശനമാണല്ലോ. കർത്താവ് നമ്മുടെ പാപത്തിൽ നിന്നും പൂർണ്ണ യാഗമായി തീർന്നു. അപ്പം നമ്മുടെ പാപത്തിന് പൂർണ്ണ യാഗമായി തീർന്ന കർത്താവിൻ്റെ ഈ സമർപ്പണം പിതാവിനെ അനുസരിച്ച് ക്രൂശിലെ മരണത്തോളം കർത്താവ് പറയുന്നു, പൂർത്തിയായി. രണ്ടാമത്തെ ആട്ടുകൊറ്റനെ പോലെ കിഴക്ക് പടിഞ്ഞാറ് നിന്ന് അകന്നിരിക്കുന്നത് പോലെ, അതെ, നമ്മുടെ പാപങ്ങളെ കർത്താവ് അകറ്റി, അല്ല നമ്മോടകറ്റി. അപ്പം ആട്ടുകൊറ്റനെ പോലെ കിഴക്ക് പടിഞ്ഞാറ് നിന്ന് അകന്നിരിക്കുന്ന ഒരവസ്ഥ പോലെയാണ്. നമുക്കെതിരായി വരാത്ത വിധത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചു. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് ഇത് ചെയ്തത്? കർത്താവ് പാപമില്ലാത്തവനായിരുന്നു. കർത്താവിൻ്റെ സ്വന്തം ജനം വിളിച്ചു പറഞ്ഞു, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ നീതിമാനായിരുന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റുകൊടുത്തു. അവന് സ്വന്തം പാപത്തിന് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ലായിരുന്നു. കാരണം കർത്താവിൽ പാപമില്ലായിരുന്നു. തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇത് വായി. നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായി പോയി. അതിനെ കർത്താവിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു, ഹിമം പോലെ വെളുപ്പിച്ചു. നാം ഇന്ന് ശുദ്ധരായി ദൈവകൃപയിൽ നിൽക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിന് നന്ദി പറയാം. പാപങ്ങളെ ഒരു സമയം വരെ മറയ്ക്കാം, എന്നാൽ ലോകത്തിൻ്റെ പാപത്തിന് അത് എന്നേക്കും പരിഹാരം വരുത്തുന്നില്ല. ആകയാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്ത ഈ യാഗം നമ്മളെ ജീവിതത്തെ എത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തെങ്കിൽ നമ്മൾ കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ എല്ലാ പാപങ്ങളുടെയും പരിപൂർണമായി നീക്കിക്കളഞ്ഞതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മറുവില ആയതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ ക്ഷമ ലഭിച്ചവനായി നിൽക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.